ഇനിയുള്ളത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഇതാണ് ധനു കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അഷ്ടമത്തിലാണ് ഇവർക്ക് വ്യാഴവും സൂര്യനും. അത് ചില മാറ്റങ്ങൾ അവരുടെ പ്രവർത്തനത്തിലും ഒക്കെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കുക, ചില പുതിയ അടിത്തറകൾ ഇടുക, ഇതൊക്കെ ഉണ്ടാകും. പുതിയ ചില തൊഴിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള ചുമതലകൾ, പുതിയ വകുപ്പുകൾ മാറ്റം കൊണ്ട് ഉണ്ടാവുന്ന വകുപ്പ് മാറ്റം, അതുപോലെ പുതിയ ചുമതലകൾ, ഇതൊക്കെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ദീർഘകാല പദ്ധതികളിൽ പങ്കാളിത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് എന്തായാലും അതിൻ്റെ ഗുണം വ്യക്തമാകുന്നത് കാലങ്ങളെ കൊണ്ടായിരിക്കാം. 7 ബുധനാണ്, അത് വക്രത്തിലാണ്. പങ്കാളിത്ത ബിസിനസ്സിലും ഒക്കെ പുതിയ കരാറുകളിൽ ഏർപ്പെടുക, രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പഠിക്കാതെ അറിയാതെ ഒപ്പിടുക മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗവേഷണം, ബാങ്കിങ് മുതലായിട്ടുള്ള, അതുപോലെ ഇൻഷുറൻസ്, നിയമപരിപാലനം, ഇങ്ങനെയുള്ളവർക്കും, അക്കൗണ്ടിങ്, ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ മെഡിക്കൽ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാവേണ്ട കാലമാണ്. ധനപരമായിട്ട് ചില സാമ്പത്തിക ബാധ്യതകൾ പുനഃക്രമീകരിക്കാനോ അത് കുറയ്ക്കാനോ ഉള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകും. അതിന് അനുയോജ്യമായ ആഴ്ചയാണത്. ആ ആലോചനയും ഒക്കെ ഫലത്തിൽ വരാൻ അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇതിൻ്റെ പുനഃക്രമീകരണവും അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പാരമ്പര്യ സ്വത്തോ അല്ലെങ്കിൽ പൂർവികമായിട്ട് ഉണ്ടായിരുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒക്കെ തിരിച്ചു കിട്ടാനും ഒക്കെ ഈ കാലം അനുകൂലമാണ്. വലിയ റിസ്ക്കുള്ള കച്ചവടങ്ങളിലും മറ്റുമൊക്കെ പ്രവേശിക്കാതിരിക്കുകയായിരിക്കും ഇവർക്ക് നല്ലത്. ആരോഗ്യപരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതുപോലെ വയറിൻ്റെ അസ്വസ്ഥത, ഉറക്കക്കുറവ് എന്നിവ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ തക്കവണ്ണമുള്ള ജപധ്യാന യോഗാദികളൊക്കെ ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ള ഗുണം ഉണ്ടാക്കും. കുടുംബത്തിൽ തുറന്ന സംഭാഷണം പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ചില അപഭ്രംശങ്ങൾ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. മുതിർന്നവരുടെ, അതായത് മാതാപിതാക്കന്മാരുടെയൊക്കെ ആരോഗ്യപരമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പാരമ്പര്യ സ്വത്തിൻ്റെ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ ഉണ്ടാവുക, അത് മിക്കവാറും നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരാനാണ് സാധ്യത. ഇവർക്ക് പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക, വസ്ത്രദാനാദികൾ നടത്തുക, വ്യാഴത്തിൻ്റെ ഗ്രഹശാന്തി ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്.